എല്ലാ കുട്ടികൾക്കും സുബൽ സാറാണ്. നമ്മുടെ +2 സേ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് വന്നു. പാസ്സായവർക്കൊക്കെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നെക്സ്റ്റ് കോഴ്സ്. ബട്ട് ഫെയിലായവർക്ക് ഒത്തിരി കാര്യങ്ങളാണ്, സംശയങ്ങൾ. എന്തായാലും നമുക്ക് ഈ വർഷം നിന്ന് പഠിച്ചേ പറ്റൂ. അടുത്ത വർഷമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്നൊക്കെ അറിയാം. പക്ഷേ നമുക്ക് എങ്ങനെ എക്സാം എഴുതും എന്നുള്ളതാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ. എങ്ങനെയെന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ പല രീതി കൂടെയാണ് കുട്ടികൾ ഇപ്പോൾ ഫെയിലായേക്കുന്നത്. ഇപ്പോൾ +1 പാസ്സായി, +2 ജയിച്ചു, അങ്ങനെ മനസ്സിലായി. ചിലത് +2 ഫെയിലായി, +1 പാസ്സായി. അപ്പോൾ അടുത്ത വർഷം ഏത് എഴുതണം? +1 മാത്രം എഴുതിയാൽ മതിയോ? +2 എഴുതണോ? അത് രണ്ടും കൂടി എഴുതണോ? എല്ലാം ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. എല്ലാവർക്കും എന്ത് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോഴേ അറിയില്ല. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളിതിൻ്റെ ഡൗട്ട്സുകൾ ഞാൻ കുറച്ചായിട്ട് കൃത്യമായിട്ട് എത്തിക്കണം. അല്ല നിങ്ങളുടെ ചുമ്മാ കളിപ്പിക്കാൻ വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കാരണം ഇത് നിങ്ങളുടെ ജീവിതമാണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പറയുക, നിങ്ങളതിനനുസരിച്ച് നീങ്ങുക, അത് തെറ്റായിട്ടുള്ള നടപടി. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് ഓരോന്നറിഞ്ഞ് നിങ്ങൾക്ക് എത്തിച്ചിരിക്കും. ഓക്കെ, അതിന് പതുക്കെ സമയം വേണം, ഒത്തിരി അങ്ങ് ലേറ്റ് ആകത്തുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ അല്ല താനും. പക്ഷേ ഏറ്റവും നേരത്തെ കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ എത്തിച്ചിരിക്കും. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ എഴുതി ഫെയിലായ ഒരു കുട്ടി പല രീതിയിൽ കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ +1 ആ കക്ഷി ചിലപ്പോൾ ജയിച്ചിട്ടുണ്ടാവും, ജസ്റ്റ് ഒരു 19 മാർക്കായിരിക്കും. ബട്ട് +2 റെഗുലറും എഴുതി, +2 ഇമ്പ്രൂവ്മെൻറ്റും എഴുതി. അങ്ങനെ രണ്ട് രീതി കൂടെയാണല്ലോ. റെഗുലറും എഴുതി, +2 മീൻസ് അല്ലെങ്കിൽ സേ എഴുതി. ഓക്കെ, ഇതിൻ്റെ അകത്ത് തന്നെ ഒരു കൺഫ്യൂഷനുണ്ട് കേട്ടോ. ഈ രണ്ട് പേരിൽ തന്നെ ഒരു കൺഫ്യൂഷനുണ്ട്. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫെയിലായ കുട്ടിയാണെങ്കിൽ +2 സേയുടെ മാർക്കാണോ +2 റെഗുലറിൻ്റെ മാർക്കാണോ പിന്നീട് കൺസിഡർ ചെയ്യുന്നു എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 15 മാർക്കേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ +2 റെഗുലറിന് നമുക്കിപ്പോൾ കിട്ടിയത് 22 അല്ലെങ്കിൽ 20 മാർക്കാണെന്ന്, അല്ലെങ്കിൽ 18 മാർക്ക് തന്നെ ജസ്റ്റ് പാസ്സായെന്ന് വെച്ചു. പക്ഷേ ടോട്ടലി വരുമ്പോൾ തോറ്റു പോയിട്ടുണ്ട്. 18ഉം 15ഉം 33 ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇവിടെ വന്നപ്പോൾ അത് 19ആയി. അപ്പോഴും ജയിച്ചിട്ടില്ല. 15ഉം 19ഉം 34 ആയതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും ചോദ്യം ഇതാണോ, ഇനി ഇതാണോ? പിന്നീട് അടുത്ത വർഷം നമ്മളിപ്പോൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ പോകുമ്പോൾ, +1 ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും എഴുതുമായിരിക്കുമല്ലോ. കാരണം +1 15 ഉള്ളൂ, +2 ജയിക്കുകയും ചെയ്തു അല്ലേ. +2 ജയിച്ചു, പക്ഷേ +1 തോറ്റുപോയില്ല. അപ്പോൾ നമ്മൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുമ്പോൾ ഇവനെയാണ് നമ്മൾ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇവനെ കൂട്ടി ഇതാണോ നമുക്ക് പിന്നീട് എടുക്കുന്നതെന്നുള്ളത് അതൊരു കൺഫ്യൂഷനാണ്. ചില ടീച്ചേഴ്സ് പറയുന്നത് ഇവനെ കളയും, ഇതാ എടുക്കുന്നതെന്ന് പറയുന്നു. ചില പറയുന്നു ഇതിൻ്റെ അകത്ത് ബെസ്റ്റ് ഏതാണോ അതാ എടുക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് അതൊരു കൺഫ്യൂഷനുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് എത്തിച്ചിരിക്കും. ഓക്കെ, ഇനി ഇവിടെ പാസ്സായ ശേഷം ഇവിടെ 19ആയി ജയിച്ചു, ഇവിടെ ഫെയിലാവുന്നു. ഈ രണ്ടിടത്തും ഫെയിലായി, 14ഉം ഇല്ലെങ്കിൽ 12ഉം ഒക്കെ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരാൾ ഇത് എഴുതണം. എന്തായാലും +2 നമ്മുടെ റെഗുലർ, ഇപ്പോൾ +2 പഠിക്കുന്നവരുടെ റെഗുലർ എഴുതണം. മറന്നു പോകരുത്. അതിൻ്റെ കറക്റ്റ് ടൈമിന് ആപ്ലിക്കേഷൻ അയക്കാതെ കഴിഞ്ഞ വർഷം ഒത്തിരി പേർക്ക് നഷ്ടപ്പെട്ടായിരുന്നു ഈ വർഷം എഴുതാൻ. നിങ്ങൾ അടുത്ത വർഷം എഴുതുമ്പോഴത്തേക്ക് നിങ്ങളത് മറന്നു പോകരുത്. സമയത്തിന് കൊടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് എത്തിച്ചിരിക്കും. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്തേക്കണം, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിട്ടേക്കണം കേട്ടോ. ഏത് നിമിഷവും ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചിരിക്കും കൃത്യമായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ +2 റെഗുലറിന് 14 ഉണ്ട്, ഇവിടെ 12 ഉണ്ട്. എന്തായാലും ഫെയിലായി, പക്ഷേ ഏതെടുക്കും എന്നുള്ളത്. അപ്പോൾ ഇനി അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഈ സമയങ്ങളിൽ നിങ്ങൾ അടുത്ത വർഷത്തെ +2 റെഗുലർ എന്തായാലും എഴുതണം. ഇവനവിടെ കിടപ്പുണ്ടെന്ന് വെച്ചോ, ഇവനവിടെ എക്സിസ്റ്റ് ആണ് കേട്ടോ, ജയിച്ച് കിടക്കുക +1. പക്ഷേ +2 റെഗുലറിന് നമുക്ക് എഴുതി എന്തെങ്കിലും കാരണവശാൽ തോറ്റാൽ പോലും, ഞാനൊരു പോസിബിലിറ്റി പറയുക, ഉണ്ടാവാതിരിക്കട്ടെ, തോറ്റാൽ പോലും +2 സേ പിന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ 2 ചാൻസ് നമുക്ക് അവിടെ ഉണ്ട്. അവിടെ എവിടെയെങ്കിലും ഒന്ന് ജയിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സബ്ജക്റ്റ് പാസ്സായി കിട്ടും. ഇനി നമുക്ക് ഇവിടെ പാസ്സായാൽ +2 ഇവിടെ നമുക്കൊരു 18 ഇത് രണ്ടോട് ചേർത്ത് ഓക്കെ നമ്മൾ പാസ്സായി. ഇതാണ് ഏറ്റവും നമുക്ക് നല്ല ഒരെണ്ണം ഉള്ളത് ഇങ്ങനെ ഉണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ ഫെയിലാവുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. +1 ഫെയിലായി, +2 പാസ്സായി. അടുത്ത വർഷം ഏതെഴുതണം? +1 മാത്രം എഴുതിയാൽ മതിയോ, ഇല്ലെങ്കിൽ +2 എഴുതും? അപ്പോൾ അങ്ങനെ ഒരു കേസ് വരുമ്പോൾ നോക്കിക്കോണേ, +1 ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 10 മാർക്ക് കിട്ടുകയുള്ളൂ.
പക്ഷേ പ്ലസ് ടുവിന് 20 കിട്ടി, പ്ലസ് ടുവിന് 20 കിട്ടി, പ്ലസ് വണ്ണിന് 10 അപ്പോൾ നമ്മളെന്തായാലും പ്ലസ് ടു പാസ്സായെന്ന് പറഞ്ഞുകൊണ്ട് പ്ലസ് ടു എഴുതത്തില്ല, പക്ഷേ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എഴുതും അല്ലേ. ആ കുട്ടിക്ക് എന്തായാലും ഇത് കൂട്ടിയേ പറ്റൂ. പക്ഷേ അപ്പോൾ നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് എന്തായാലും അങ്ങ് എഴുതുന്നതായിരിക്കും. ഇതിൻ്റെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എഴുതണം. പറ്റുമെങ്കിൽ പ്ലസ് ടുവിനെയും കൂടെ അങ്ങ് എഴുതിയേക്കണം. പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞുള്ളൂ, റിസ്ക് എടുക്കാൻ പറ്റുന്നെങ്കിൽ, ഇല്ലെങ്കിൽ വിട്ടേക്ക്. ഇവനെ കൂട്ടണം, ഇവനുമായിട്ട് ചേർന്ന് വരുമ്പോൾ ഒരു 16 മാർക്കെങ്കിലും മിനിമം എത്തിക്കണം. അങ്ങനെ നമുക്ക് പാസ്സാക്കാം. ഇല്ലെങ്കിൽ ഇനിയും ഇതൊരു 15 മാർക്കൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. 15 മാർക്ക് ഉണ്ടെങ്കിൽ പ്ലസ് ടു രണ്ടിപ്പോൾ ഇവിടെ 18 ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇവിടെ 15, അവിടെ 18. അപ്പോഴും നമ്മൾ രണ്ടും പാസ്സായിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എഴുതാതെ വേണമെങ്കിൽ പ്ലസ് ടു റെഗുലർ മാത്രമുള്ള സമയത്ത് എഴുതിയാലും മതി. പ്ലസ് വൺ തൊടുന്നില്ല, 15 അവിടെ കിടന്നോട്ടെ, ഞാനൊന്നും തൊടുന്നില്ല. ഈ 18 എന്നും നിങ്ങൾ ഇപ്പോൾ 18 ഉള്ളൂ, 18 എന്ന് ഇവിടെ നിന്ന് ജയിക്കാൻ ഒരു 21 മാർക്കാക്കി മാറ്റിയാലും നിങ്ങൾക്ക് ജയിക്കാം. അപ്പോൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എഴുതണ്ട, പ്ലസ് ടു റെഗുലർ മാത്രം എഴുതിയാൽ മതി. ഇനി അതിന് കിട്ടിയില്ല എങ്കിൽ പ്ലസ് ടു സിക്ക് ഇവിടെ ചേർത്ത് അപ്പോഴും 21 എത്തിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഈ 15 അവിടെ നിർത്തിക്കൊണ്ട് തോറ്റതാണ്, കുഴപ്പമില്ല. പക്ഷേ പ്ലസ് ടുവിൽ നമ്മളത് മേക്കപ്പ് ചെയ്തെടുത്താൽ ജയിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല സ്ട്രാറ്റജി എന്നാണ് ഇതിനെ വിളിക്കുന്നത് കേട്ടോ. പല രീതിയിൽ കൂടെയുള്ള രീതി, ഓരോരുത്തർക്കും ഓരോ രീതി. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം നിങ്ങൾക്കുള്ള എല്ലാ ക്ലാരിഫിക്കേഷൻസുകളും കൃത്യമായിട്ട് തരാം. അപ്പം നിങ്ങൾ എന്തായാലും റെഡി ആയിട്ടിരിക്കുക പഠിക്കാൻ. എന്തായാലും പഠിക്കാതെ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ഞാൻ പറഞ്ഞ ഈ രീതിയിൽ കൂടെ ഏതാണോ നിങ്ങൾക്കിപ്പോൾ ഉറപ്പായിട്ട് പഠിക്കേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ പ്ലസ് ടു ഫെയിലായിട്ടുള്ളൊരു കുട്ടി എന്തായാലും പ്ലസ് ടു പാസ്സാകണം. പ്ലസ് ടുവിന് നമുക്ക് ഇമ്പോർട്ടൻസ് വേണ്ട കേട്ടോ. കാരണം അതിനായി ഞാൻ എപ്പോഴും പ്ലസ് ടു എഴുതണമെന്ന് പറയുന്നത്. കാരണം എവിടെയെങ്കിലും നിങ്ങൾ വേറെ കോഴ്സിനോ ഏതെങ്കിലും ഒരു സമയത്ത്, കോഴ്സ് എന്നുള്ളതല്ല, നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് പഠിച്ചെല്ലാം പാസ്സായി ചെന്നാൽ പ്ലസ് ടുവിൻ്റെ മാത്രം സർട്ടിഫിക്കറ്റ് വല്ലതും ചോദിക്കുമ്പോൾ അത് ഫെയിലായി കിടന്നാൽ ഒരു മോശമാണ്. ചിലപ്പോൾ ഒരു കമ്പനി എടുത്തില്ലെങ്കിലോ, ഞാനൊരു ഇത് പറഞ്ഞതാണ്. അതുകൊണ്ട് പ്ലസ് ടു എങ്ങനെയെങ്കിലും എല്ലാവരും പാസ്സാവാൻ ശ്രമിക്കണം. എന്ന് പറഞ്ഞാൽ പ്ലസ് വണ്ണിന് ഫെയിലായി പ്ലസ് ടു പാസ്സായി എന്ന സമയങ്ങളിലേ ചിലവർക്ക് ഇനി ഞാൻ പ്ലസ് ടു എഴുതുന്നില്ല, പ്ലസ് വണ്ണിൽ കൂടെ കൂടുതൽ. പക്ഷെ അപ്പോഴും നമുക്ക് പ്ലസ് ടു ഫെയിലായിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും എഴുതണം. ഇനിയും കേട്ടോ, ഉറപ്പായിട്ട് നിങ്ങൾ അല്ലാതെ പ്ലസ് വണ്ണിന് തന്നെ കൂട്ടിയെടുത്ത് പ്ലസ് ടുവിൻ്റെ മാർക്ക് മേക്കപ്പ് ചെയ്ത് പാസ്സാവാൻ ശ്രമിക്കാതെ പ്ലസ് ടുവിനെ തന്നെ പാസ്സാക്കണം. എന്തായാലും പ്ലസ് ടു എല്ലാവരും ഒരു 18 അതിന് കൂടുതലോ ഉറപ്പിക്കണം എന്നാണ് എൻ്റെ അപേക്ഷ. കാരണം പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ പറ്റാത്തൊരു കാര്യമായിരിക്കും. പക്ഷേ പലയിടത്തും നിങ്ങൾ അതിൻ്റെ പേരിൽ ഒരു വിഷമത്തിനും മുന്നിലെത്താൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഒന്നും നിൽക്കത്തില്ല. നമ്മളിപ്പോൾ പല രീതിയിൽ കൂടെ എല്ലാവരും പറന്ന് നല്ല അടിപൊളിയായിട്ട് കയറും, അങ്ങ് മുന്നോട്ട് പോകും കേട്ടോ. ഇതൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങൾ കവറപ്പ് ചെയ്ത് മുന്നിലെത്തും. അന്നേരമൊക്കെ പ്ലസ് ടു മാത്രമായിട്ട് കൃത്യമായിട്ട് മനസ്സിലായല്ലോ, പ്ലസ് ടു മാത്രമായിട്ട് എല്ലാവരും പാസ്സായി എന്ന് ഉറപ്പിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ എല്ലാത്തിനും. ഓക്കെ, അപ്പോൾ ഇനിയും ഇതിൻ്റെ അടുത്തുള്ള ഉടനെയുള്ള അപ്ഡേഷൻസ് നിങ്ങൾക്ക് എത്തിച്ചിരിക്കും. ഞാൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിക്കാൻ റെഡിയാവും. നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു, പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ്, പ്ലസ് ടു സേ അല്ലെങ്കിൽ പ്ലസ് ടു റെഗുലർ, എല്ലാത്തിനും നിങ്ങൾക്ക് ജയിക്കാനുള്ള എല്ലാ കൃത്യമായിട്ടുള്ള ക്ലാസ് തന്ന് മുന്നോട്ട് പോകാം. ആർക്കുമേ പിന്നെ വിഷമിക്കേണ്ട അവസ്ഥയില്ല. അത്രയ്ക്കും ഞാൻ കൃത്യമായിട്ട് ഉള്ള ക്ലാസ് തരുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. എല്ലാവർക്കും അടിപൊളിയായിട്ട് പാസ്സാവാനുള്ള എല്ലാവർക്കും അനുഗ്രഹം ഞാൻ ഇപ്പോഴേ തന്നുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.